ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ റഷ്യ സൌഹൃദം പരസ്പരം കരുത്ത് പകരുന്നതായി പ്രധാനമന്ത്രി. ശീതകാല സമ്മേളനത്തിന്റെ 5ാം ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ പാസാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. വിമാന സർവീസുകൾ കൂട്ടായി റദ്ദാക്കുന്ന സാഹചര്യം നേരിടാൻ അടിയന്തര നടപടി സ്വീകരിച്ച് വ്യോമയാന മന്ത്രാലയം. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച നിബന്ധന DGCA പിൻവലിച്ചു. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ 0.5% ഇളവ് വരുത്തി. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ റഷ്യ സൌഹൃദം പരസ്പരം കരുത്ത് പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. മാനവരാശിക്കും ആഗോള ഐക്യത്തിനും ഭീഷണിയായ ഭീകരവാദം അടക്കമുള്ള വെല്ലുവിളികളെ ഇരു രാജ്യങ്ങളും യോജിച്ചാണ് നേരിടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയോട് റഷ്യ പുലർത്തുന്ന ഗാഢ സൌഹൃദത്തിന് വ്ളാഡിമിർ പുടിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. 15 वर्ष पहले 2010 में हमारी साझेदारी को स्पेशल एंड प्रिविलेज स्ट्रेटेजिक पार्टनरशिप का दर्जा मिला. पिछले 2.5 दशक से उन्होंने अपने नेतृत्व और दूरदृष्टि से इन संबंधों को निरंतर सींचा है. हर परिस्थिति में उनके नेतृत्व ने आपसी संबंधों को नई ऊंचाई दी. भारत के प्रति इस गहरी मित्रता और अटूट प्रतिबद्धता के लिए मैं राष्ट्रपति पुतिन का, मेरे मित्र का हृदय से आभार व्यक्त करता हूं. റഷ്യയ്ക്കും യുക്രൈനുമിടയിലെ സുസ്ഥിര സമാധാനത്തിനായി നടന്നുവരുന്ന ശ്രമങ്ങളെ ശ്രീ മോദി സ്വാഗതം ചെയ്തു. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിലെ 16 ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിലും ഇരു നേതാക്കളും പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് പുടിനെ സ്വീകരിച്ചത്. ആദരസൂചകമായി അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണറും നൽകി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുടിൻ ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒരുക്കുന്ന ഔദ്യോഗിക വിരുന്നിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ശീതകാല സമ്മേളനത്തിന്റെ 5ാം ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പാൻ മസാലയ്ക്കും സമാന വിധത്തിൽ ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും സെസ് ഏർപ്പെടുത്താൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വേണ്ടി ചെലവഴിക്കും. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപഭോഗം നിരുത്സാഹപ്പെടുത്താനാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. 40% GSTക്ക് പുറമെയാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ മാസം 9-ന് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാപന പരിപാടികൾ പാടില്ല. ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൌൺസ്മെന്റുകളും പ്രചാരണ ഗാനങ്ങളും കർശനമായി നിയന്ത്രിക്കാനും ജില്ലാ കളക്ടർമാർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതച്ചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. ഊർജിതമായ പ്രചാരണ പരിപാടികളാണ് വാർഡുകളിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന റോഡ് ഷോകളും വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ട് അഭ്യർത്ഥനയും സജീവമായി പുരോഗമിക്കുകയാണ്. അട്ടിമറി വിജയങ്ങൾക്ക് എപ്പോഴും സാക്ഷ്യം വഹിച്ച കാസർഗോഡ് ജില്ലയിൽ ഇക്കുറി 3 മുന്നണികളും പ്രചാരണത്തിൽ ഒപ്പത്തിന് ഒപ്പമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി P. ജഗന്നിവാസൻ.
അതിശക്തമായ ത്രികോണ മത്സരമാണ് കാസർഗോട്ട് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 3 മുന്നണികളും വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നിലവിലെ സ്ഥിതി നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ മേഖലകൾക്കൊപ്പം മലയോര പ്രദേശങ്ങളിൽ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. മഞ്ചേശ്വരം അടക്കം കർണാടക അതിർത്തി പ്രദേശങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ. വേറിട്ട പ്രചാരണ രീതിയും വിവിധ ഭാഷകളിലുള്ള വോട്ടഭ്യർത്ഥനയും കാസർഗോഡിനെ വ്യത്യസ്തമാക്കുന്നു. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധിച്ച് തീർപ്പാക്കുന്നതിന് രൂപീകരിച്ച മീഡിയ റിലേഷൻസ് കമ്മിറ്റിയുടെ യോഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്നു. കമ്മിറ്റിക്ക് മുൻപാകെ ലഭിച്ച പരാതികളും ആക്ഷേപങ്ങളും യോഗം പരിശോധിച്ചു. വേഗത്തിൽ തീർപ്പാക്കേണ്ട പരാതികൾ ബന്ധപ്പെട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടിക്കായി കൈമാറി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇൻഡിഗോ ആഭ്യന്തര വിമാന സർവീസുകൾ കൂട്ടായി റദ്ദാക്കുന്ന സാഹചര്യം നേരിടാൻ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു. പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച DGCA നിബന്ധന പിൻവലിച്ചതായി മന്ത്രി അറിയിച്ചു. യാത്രക്കാരുടെ താൽപര്യം പരിഗണിച്ചാണ് തീരുമാനം. നാളെയോടെ വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങിത്തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലെത്തും. വിമാന സർവീസുകളെക്കുറിച്ചുള്ള തൽസ്ഥിതി വിവരങ്ങൾ യാത്രക്കാരെ കൃത്യമായി അറിയിക്കാൻ സംവിധാനമൊരുക്കാനും മന്ത്രാലയം എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ വ്യോമയാന മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രതിസന്ധി അന്വേഷിക്കാൻ 4-അംഗ സമിതിയെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഇൻഡിഗോ ആഭ്യന്തര വിമാന സർവീസുകളുടെ റദ്ദാക്കലിന്റെയും വൈകലിന്റെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇൻഡിഗോ സർവീസ് റദ്ദാക്കലിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ മേഖലയിലും സുരക്ഷാ വിഭാഗത്തിലും യാത്രക്കാർക്കായി കൂടുതൽ ഇരിപ്പിട സൗകര്യം അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായാണ് വിമാനത്താവള സ്രോതസ്സുകൾ വ്യക്തമാക്കിയത്. ഇൻഡിഗോയുടെ ബോംബെ തിരുവനന്തപുരം ഹൈദരാബാദ്, ചെന്നൈ തിരുവനന്തപുരം ചെന്നൈ, ബംഗളൂരു തിരുവനന്തപുരം ബംഗളൂരു എന്നിവ അടക്കമുള്ള സർവീസുകൾ റദ്ദാക്കിയതായാണ് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ചില സർവീസുകൾ വൈകുന്നതായും റിപ്പോർട്ടുണ്ട്. യാത്രക്കാർ സർവീസിന്റെ സ്ഥിതിവിവരം വെബ്സൈറ്റിൽ പരിശോധിക്കണമെന്നും കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ സംബന്ധിച്ച് യാത്രക്കാരെ അറിയിക്കാൻ തങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും വിമാന കമ്പനി വ്യക്തമാക്കി. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ 25 അടിസ്ഥാന പോയിന്റുകളുടെ കുറവ് വരുത്തി. ഇതോടെ റിപ്പോ നിരക്ക് 5.5 നിന്നും 5.25% കുറഞ്ഞു. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതിലൂടെ കുറയും. വൈസ് ചാൻസലർ നിയമനത്തിൽ കേരള സർക്കാരും ഗവർണറും സമവായത്തിൽ എത്തിയില്ലെങ്കിൽ കോടതി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത വ്യാഴാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും കോടതി തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്ന് വൈകിട്ട് 6 മണിവരെ 75,075 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ R. ശ്രീകുമാർ അറിയിച്ചു. ഇന്നും നാളെയും രാത്രി 11-ന് നട അടച്ചുകഴിഞ്ഞാൽ രാവിലെ മാത്രമേ ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കൂ. ക്രമീകരണങ്ങളോട് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ കൊട്ടിയം കണ്ണനല്ലൂർ ജംഗ്ഷൻ വഴി തിരുവനന്തപുരത്തേക്ക് വഴി തിരിച്ച് വിട്ടു. റോഡ് തകർന്ന് കുടുങ്ങിയ വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമം ആരംഭിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ആഴ്ചകൾ വേണ്ടിവരും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 447 പോയിന്റ് ഉയർന്ന് 85,712-ലും നിഫ്റ്റി 152 പോയിന്റ് നേട്ടത്തിൽ 26,186-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ റഷ്യ സൌഹൃദം പരസ്പരം കരുത്തു പകരുന്നതായി പ്രധാനമന്ത്രി. ശീതകാല സമ്മേളനത്തിന്റെ 5-ാം ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബിൽ ലോക്സഭ പാസാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 1-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. വിമാന സർവീസുകൾ കൂട്ടായി റദ്ദാക്കുന്ന സാഹചര്യം നേരിടാൻ അടിയന്തര നടപടി സ്വീകരിച്ച് വ്യോമയാന മന്ത്രാലയം.
പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച നിബന്ധന DGCA പിൻവലിച്ചു. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്കിൽ 0.5% ഇളവ് വരുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.